അപ്പോൾ ഇന്നൊരു വാട്ടഹീറ്റിനിടെയാണ് വീഡിയോയ്ക്കൊക്കെ ക്ഷാമമായി തുടങ്ങി കേട്ടോ. പിന്നെ ഇഡലിപ്പൊടിയാണ് വിതറിയിട്ടേക്കുന്നത്. ഞാൻ ഉണ്ടാക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ട്, അത് വിതറിക്കുട്ടിന് ഉള്ളിച്ചമ്മന്തി ഉണ്ട്, ഇഡ്ഡലി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള് ഞാൻ കഴുകി ഉണങ്ങി വെക്കാറുണ്ട്. എന്നിട്ട് അതിൽ കുറച്ചെടുത്ത് എന്നും കഴിക്കും. ഇപ്പോൾ ഇനി 1 മാസം കൂടെ ഡെലിവറിക്കുള്ളൂ ടൈം. അപ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാൻ പാടില്ല. അപ്പോൾ ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും കാൽസ്യത്തിൻ്റെ അളവൊക്കെ കൂടാൻ വളരെ നല്ലതാണ്. കരിപ്പൊട്ടിയൊക്കെ ഇട്ട് ചീകിയിട്ട് കഴിക്കാം. നമ്മൾ മധുരം അങ്ങ് ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇന്നൊരു കരിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കുഞ്ഞമ്മ അപ്പുറത്ത് തേങ്ങ ഇടിയിച്ചപ്പോൾ അതിൽ നിന്നൊരു കരിക്ക് വെട്ടിക്കൊണ്ട് തന്നു. പിന്നെ പേരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പേരയ്ക്കയുടെ ഗുണം എന്താണെന്നറിയാമോ? എല്ലാ വാഴപ്പഴത്തിനെക്കാട്ടിലും, അതായത് ഏത്തപ്പഴത്തിനെക്കാട്ടിലും, പിന്നെ നമ്മുടെ ആപ്പിളിനെക്കാട്ടിലും ഒക്കെ വളരെയധികം പ്രോട്ടീൻ, ഹൈ ഫൈബർ, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പം അത് ഞാനിപ്പം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ 1 മാസം കൊണ്ട് നമുക്കെല്ലാം കണ്ടൻറ്റ് കുറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടിട്ട്. പിന്നെ ഇത് നമ്മൾ ഉണക്കമീൻ കറി വെച്ച് കേട്ടോ. ഉണക്കമീൻ കറി പച്ചമീൻ കിട്ടിയില്ല, അപ്പോൾ ഉണക്കമീൻ നമ്മുടെ കരിഞ്ചാള ഇട്ടിട്ട്, പിന്നെ സവാള അരിഞ്ഞിട്ട്, പച്ചമുളകും, പിന്നെ നമ്മൾ ചുവന്നുള്ളിയും തേങ്ങയും കൂടെ അരച്ച് അതിലേക്കാണ് നമ്മൾ ആ വേവാൻ വെച്ചതിലോട്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തായിരുന്നു. പിന്നെ ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയം നമ്മൾ ചെയ്തു. ചക്ക നേരത്തെ ഇന്നലെ അരിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ ചക്ക വേവിച്ചു. അത് ഒരുപാട് കുഴയുന്ന ടൈപ്പല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ചക്ക ഉണ്ടെങ്കിൽ വിളിച്ച് തരും കേട്ടോ. പിന്നെ അത് നമ്മുടെ വീട്ടിൽ പ്ലാവില്ലെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് തരാനൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഇതാണത്. പിന്നെ ഉച്ചയ്ക്ക് അമ്മ ഇന്ന് മീൻ മേടിക്കാൻ പോയായിരുന്നു. അപ്പം വന്നപ്പം ഐസ്ക്രീം കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. വൈകിട്ട് ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി. അപ്പം ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് തൈരും പിന്നെ നമ്മുടെ ഉപ്പും ഒക്കെ ഇട്ട് ഇളക്കി അങ്ങനെ തന്നെ കഴിക്കാൻ എന്തൊരു സ്വാദാണെന്നറിയാമോ. പിന്നെ എൻ്റെ അടുത്ത് ചക്കയും കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും നമ്മുടെ ഉണക്കമീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.